നമസ്കാരം. 2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിവാദത്തിലായിട്ടുള്ള ആ കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ രണ്ടാം ഭർത്താവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ജ്യോതിഷി ശംഖുമുഖം ദേവിദാസന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലാണ് ഈ പരാമർശം ഉണ്ടായിട്ടുള്ളത്. കുറച്ചുനാൾ മുമ്പ് തന്നെ ശ്രീധുവും മറ്റൊരാളും കാണാൻ വന്നിരുന്നു എന്നുള്ളതും കൂടെയുള്ളയാളെ ഭർത്താവ് എന്ന് പരിചയപ്പെടുത്തിയെന്നും ദേവിദാസ് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. തനിക്കും ഭർത്താവിനും ദേവസ്വം ബോർഡിലാണ് ജോലി എന്നുകൂടി ശ്രീധു പറഞ്ഞുവെന്നാണ് വെളിപ്പെടുത്തൽ വരുന്നത്. ആദ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയിട്ടില്ലെന്നും ശ്രീധു പറഞ്ഞതായിട്ട് ജ്യോതിഷി വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഈ കൂടെയുള്ള ലിവിങ് ടുഗദർകാരനാണ് കൂടെയുള്ളത് എന്നുള്ള സംശയമാണ് ഉയർന്നത്. ഇയാളെയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനെന്ന് ശ്രീധു പരിചയപ്പെടുത്തിയതെന്നാണ് ജ്യോതിഷി ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. മുമ്പ് ദേവസ്വം ബോർഡിലെ ജോലിക്കാര്യം ജ്യോതിഷി പറഞ്ഞിരുന്നതുമില്ല. ബാലരാമപുരത്തുള്ള പല നിർണായക ചോദ്യങ്ങൾക്കും പോലീസിന് ഇപ്പോഴും ഉത്തരമില്ല. ഇതിനിടെയാണ് ശംഖുമുഖം ദേവിദാസൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത്. ബാലരാമപുരത്ത് ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ തനിക്ക് പങ്കില്ലെന്നാണ് ശംഖുമുഖം ദേവിദാസൻ പറയുന്നത്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള മാർഗനിർദ്ദേശവും ഈ പറയുന്ന ശ്രീധുവിന് നൽകിയിട്ടില്ലെന്നും ശ്രീധു തല മുണ്ടനം ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും ഈ ദേവിദാസൻ പറയുന്നുണ്ട്. വാഹനവും വീടും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 36 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. ഇക്കാര്യം ഞാൻ നിഷേധിച്ചു. തെളിവുകൾ ഉണ്ടെങ്കിൽ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ഫോണിൽ ഭീഷണിപ്പെടുത്തി എന്നതാണ് എനിക്കെതിരെയുള്ള മറ്റൊരു ആരോപണം. തെളിവുകൾ പരിശോധിക്കാനായി ഫോണുകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. 36 ലക്ഷം ഞാൻ തട്ടി എന്ന് അവർ പരാതി കൊടുത്തതിന്റെ കാരണം എനിക്ക് അറിയില്ല. ബ്ലാക്ക് മെയിൽ ആയിരുന്നോ ഉദ്ദേശമെന്ന സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ദേവിദാസൻ പറയുകയുണ്ടായി. ചോദ്യം ചെയ്യാൻ വരാമെന്ന് അറിയിച്ചിട്ടും പോലീസ് ബലമായി പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ കള്ളനായി പോലീസ് തന്നെ ചിത്രീകരിച്ചു. ഹരികുമാർ എൻ്റെ അടുത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവന്റെ ശമ്പളം വാങ്ങാൻ അമ്മയും സഹോദരിയും മാസത്തിലൊരിക്കൽ വരുമായിരുന്നു. 3 മാസം അയാൾ എൻ്റെ അടുത്ത് ജോലി ചെയ്തു. പിന്നീട് ഞാൻ അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ചിലർ ജ്യോതിഷത്തെ അടച്ചാക്ഷേപിക്കുകയാണ്. മാധ്യമങ്ങൾ എനിക്കെതിരെ വ്യക്തിഹത്യയും നടത്തി. കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞിട്ട് മാധ്യമങ്ങൾ വേട്ട നടത്തുകയാണ്. ഇനിയും വ്യക്തിഹത്യ തുടർന്നാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ദേവിദാസന്റെ മുന്നറിയിപ്പുണ്ട്. കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബവുമായി തനിക്ക് അടുത്ത ബന്ധമൊന്നുമില്ലെന്ന് ദേവിദാസൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നവർ അനുഭവിക്കുമെന്നുള്ള ഒരു ഭ്രാക്ക് കൂടി ജ്യോതിഷൻ പറഞ്ഞു വെക്കുകയാണ്. ജ്യോതിഷത്തെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞിട്ടും മാധ്യമങ്ങൾ വേട്ട നടത്തുകയാണ്. മാധ്യമങ്ങൾ തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി. പോലീസ് തന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്തത് എന്നുകൂടി പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ കള്ളനായി തന്നെ പോലീസ് ചിത്രീകരിച്ചുവെന്നും ആരോപിക്കുന്നു. തെളിവുകൾ പരിശോധിക്കാൻ ഫോണുകൾ പോലീസിന് ദേവിദാസൻ നൽകി കഴിഞ്ഞു. എന്നാൽ ദേവിദാസന് പണം നൽകിയെന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും ശ്രീധു ഇക്കാര്യം നിരന്തരമായി ആവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവിദാസനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ജനുവരി 30 വ്യാഴാഴ്ചയാണ് കാണാതായ 2 വയസ്സുകാരിയെ മരിച്ച നിലയിൽ സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത്. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ച് കുറ്റമേറ്റെടുത്ത ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ റിമാൻഡിലാണ്. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അമ്മ ശ്രീധുവും അറസ്റ്റിലായി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്ന കേസിലാണ് ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഷിജു എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡിൽ സെഷൻ ഓഫീസർ ജോലിയുടെ വ്യാജ നിയമന ഉത്തരവ് നൽകി 10 ലക്ഷം രൂപയാണ് കൈക്കലാക്കിയത്. നിലവിൽ 10 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. സാമ്പത്തിക തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ പണം മുഴുവൻ വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ജ്യോതിഷനായ ദേവിദാസിനെ കൈമാറിയെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പ്രദേശത്തെ ഒരു സ്കൂളിലെ PTA അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീധുവിന്റെ തട്ടിപ്പിനിരയായി. ഇവരിൽ ചിലർ പോലീസിൽ യുവതിക്കെതിരെ മൊഴി നൽകുകയും ചെയ്തു.
ദേവിദാസനും ശ്രീധുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. 6 മാസം മുമ്പാണ് അവസാനമായി ശ്രീധുവിനെ കണ്ടതെന്നും അന്ന് ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ രണ്ടാം ഭർത്താവെന്നാണ് തനിക്ക് പരിചയപ്പെടുത്തിയതെന്നുമാണ് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞത്. ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ജ്യോതിഷനോട് ശ്രീധു പറഞ്ഞത്. തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീധു വന്നതെന്നും കുടുംബം സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ദേവിദാസൻ മൊഴി നൽകി. ദേവിദാസന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. നന്ദി.